ഹായ്, നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. എന്താണെന്നോ, ഹനുമാൻ്റെ മുമ്പിൽ വന്ന്, അതായത് ഹനുമാൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ഹനുമാൻ്റെ മന്ത്രം ജപിക്കുന്നതിന് പകരം ശ്രീരാമജയം, ജയ് ശ്രീറാം, ജയ് സീതാദേവി എന്നിങ്ങനെയുള്ള ശ്രീരാമസ്തുതികൾ ചൊല്ലുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഹനുമാൻ്റെ അനുഗ്രഹം ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുവാനും ഈ രീതിയിൽ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സാധാരണ നമ്മൾ ദേവിയുടെയോ കൃഷ്ണൻ്റെയോ മഹാദേവൻ്റെയോ ഏത് ഭഗവാന്മാരുടെ നടയിൽ വന്നാലും ആ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിയല്ലേ ഭജിക്കുക. എന്നാൽ ഇവിടെ മാത്രം ശ്രീരാമ സങ്കീർത്തനമാണ് ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ വന്നാൽ പ്രാർത്ഥിക്കുന്നത് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടം. പലരും ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ഈ വഴിപാട് നടത്താറുണ്ട്. അതായത് ഒരു ഫുൾ പേപ്പർ എടുത്ത്, വരയില്ലാത്തതോ വരയിട്ടതോ ആയാലും എന്തായാലും മതി, അതിൻ്റെ രണ്ട് വശങ്ങളിലും ശ്രീരാമജയം എന്നെഴുതുക. അത് ചൊല്ലിക്കൊണ്ട് തന്നെ വേണം. നമുക്ക് എന്ത് കാര്യമാണോ സാധിക്കേണ്ടത് ആ കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് ഇത് ഞാൻ ആഞ്ജനേയ സ്വാമിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ശ്രീരാമജയം ശ്രീരാമജയം എന്നെഴുതുക. ഒരു വ്യാഴാഴ്ച ആയാൽ എത്രയും എളുപ്പം കൊടുക്കാമോ അത്രയും നല്ലത്. ഒരു വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒരു വ്യാഴാഴ്ച തുടങ്ങി അടുത്ത വ്യാഴാഴ്ച കൊണ്ട് തീർത്താലും മതി. അങ്ങനെ തീർത്ത് അത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കണം. കൂട്ടത്തിൽ പൂജാരിക്ക് ദക്ഷിണയായി എന്തെങ്കിലും ഒരു തുകയോ ഒരു വെറ്റിലമാലയോ ഒക്കെ നടയിൽ വെച്ച് സമർപ്പിച്ചാൽ തീർച്ചയായും ഹനുമാൻ സ്വാമി അനുഗ്രഹിക്കുകയും നിങ്ങൾ വിചാരിച്ച കാര്യം സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് വളരെ ശ്രദ്ധയോടെയും ഭക്തിയോടെയും വൃത്തിയോടെയും വേണം എഴുതാൻ. ആ സമയത്ത് മറ്റുള്ള ചിന്തകളൊക്കെ കഴിയുന്നതും വരാതിരിക്കാൻ ശ്രമിക്കുക. അത് എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എഴുന്നേറ്റ് പോകുന്നതിൽ വിരോധമില്ല. പക്ഷേ അന്ന് നമ്മൾക്കൊരു നിശ്ചിത അക്ഷരങ്ങൾ എഴുതി തീർത്തതിന് ശേഷം എഴുന്നേറ്റ് പോവുക. പിറ്റേ ദിവസവും അങ്ങനെ നിശ്ചിത സമയം വരെ എഴുതുക. അങ്ങനെ ഒരു വ്യാഴാഴ്ച തുടങ്ങി അടുത്ത വ്യാഴാഴ്ച കൊണ്ട് തീർത്ത് കൊടുത്താലും മതി. ഒരേ സമയം നമുക്ക് ഒറ്റ ഇരിപ്പിരുന്ന് എഴുതി തീർക്കാനൊക്കാത്തതുകൊണ്ട് അങ്ങനെ എഴുതി നിങ്ങൾ ഹനുമാൻ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കൂ. നിങ്ങളുടെ കാര്യം സാധിക്കുമെന്നുള്ളതിന് ഉറപ്പാണ്. എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും വേണം. ഇനിയും വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. നമസ്കാരം.